അപ്പോഴൊന്നും യാതൊരുവിധ പരാതിയുമില്ലാത്ത സിസ തോമസിന് രാജേന്ദ്ര വിശ്വനാഥ് ദാർലേക്കറെ കണ്ടതിന് ശേഷം, ചാൻസലറെ കണ്ടതിന് ശേഷം പൊടുന്നനെ ഒരു ബോധോദയുണ്ടാവുകയാണ്. എൻ്റെ മുടിയാരോ കുത്തിപ്പിടിച്ചു, എന്നെ ചുമരിന് ചാർത്തി നിർത്തി ആക്രമിച്ചു, മുടി കുത്തിപ്പിടിച്ചും ചുമരിന് ചാർത്തി നിർത്തി ഒരു സർവകലാശാല വിസിയെ SFI ആക്രമിച്ചു എന്ന് ഹീനമായി നുണ പറഞ്ഞു ഒരു VC. ആരെങ്കിലും കണ്ടോ? അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായോ? അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്തായിരിക്കും കേരളത്തിലെ സ്ഥിതി? SFIയെ വെച്ചേക്കുവോ? 30ാമത്തെ ദിവസമാണ് സർവകലാശാല ആസ്ഥാനത്ത് SFI സമരം തുടങ്ങിയിട്ട്. ഈ സമരത്തിന്റെ ഇടയിൽ 24ാം ദിവസമാണ് സംസ്കൃത സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കാൻ VC ഉൾപ്പെടെ തയ്യാറായത്. കഴിഞ്ഞ 7 മാസമായി VCയായി നിയമിക്കപ്പെട്ടതിന് ശേഷം കൃത്യം പറഞ്ഞാൽ 17 ദിവസം പോലും ഈ സർവകലാശാലയിലേക്ക് വരാത്ത ഒരു VCയാണ് ഇന്ന് ഈ സർവകലാശാല നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. സർവകലാശാലയിലെ വിദ്യാർത്ഥികളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഈ VCയും ഉപജാപക സംഘവും, അതോടൊപ്പം അവർക്ക് കുടപിടിക്കുന്ന സംഘപരിവാറും, അവരെ പിന്തുണക്കുന്ന സ്ഥലം MLA. അദ്ദേഹം നിർഭാഗ്യവശാൽ ഇന്ന് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കൂടിയാണ്. ഇവിടെ 24 ദിവസവും ഈ സമരത്തെ തിരിഞ്ഞു നോക്കാത്ത VC സിൻഡിക്കേറ്റിലേക്ക് ഞങ്ങളെ ചർച്ചയ്ക്ക് ക്ഷണിക്കുകയും ഈ സർവകലാശാലയിൽ ഇതിന്റെ ക്യാമ്പസുകളായി പയ്യന്നൂർ തൊട്ട് തിരുവനന്തപുരം വരെയുള്ള കേന്ദ്രങ്ങളിൽ അധ്യാപകരില്ലാതെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കഴിയുന്നില്ല എന്നും, റിസർച്ച് സ്കോളേഴ്സിന് അവരുടെ PhD തീസിസ് സമർപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും സിൻഡിക്കേറ്റ് ചേരാത്ത സാഹചര്യത്തിൽ അവരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്ന് അവരോട് ആവർത്തിച്ചു പറയാൻ 24 ദിവസം ഞങ്ങളിവിടെ കിടക്കേണ്ടി വന്നു. ഈ 24 ദിവസവും ഞങ്ങളെ തിരിഞ്ഞു നോക്കാത്ത സ്ഥലം MLA ആ സിൻഡിക്കേറ്റ് മാർച്ചിന് ശേഷം ഞങ്ങളെ ചർച്ച ചെയ്യാൻ ക്ഷണിച്ച് 1 മിനിറ്റ് പോലും ഞങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ് എന്ന് അനുഭാവപൂർവ്വം കേൾക്കാൻ പോലും തയ്യാറാവാതെ അന്നിവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്, നിങ്ങളെ എൻ്റെ സുരക്ഷയ്ക്കാണ് ഞാനിവിടെ വിളിച്ചു വരുത്തിയതെന്നും ഇവരോട് സംസാരിക്കേണ്ട കാര്യം എനിക്കില്ലെന്നും ഇവരെ കേൾക്കലല്ല എൻ്റെ ജോലിയെന്നും എനിക്ക് വഴിയൊരുക്കലാണ് നിങ്ങളുടെ ജോലിയെന്നും പോലീസിനെ ഓർമ്മിപ്പിക്കുകയായിരുന്നു സിസ തോമസ്. എന്നിട്ട് ആ സമരത്തിന്റെ ആവശ്യം കേൾക്കാതെ ലിഫ്റ്റ് വഴി താഴെ ഇറങ്ങി വന്ന് 50 വാര അകലെ നിന്നാണ് സിസ തോമസ് ഈ സമരത്തെ കണ്ടത്. ആ 50 വാര അകലെ നിന്ന സിസ തോമസിന് 2 FIR ഇടേണ്ടി വന്നു ഈ സമരത്തെ അടിച്ചമർത്താൻ. ഒന്ന് 13ാം തീയതി ഇട്ട FIR ആണ്. ആ FIRൽ സ്ഥലം SI കൂടിയായ പ്രദീപ് കുമാർ സാക്ഷ്യപ്പെടുത്തുന്നു, 60ഓളം വരുന്ന SFI പ്രവർത്തകർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സിൻഡിക്കേറ്റിന്റെ ബിൽഡിംഗിലേക്ക്, സിൻഡിക്കേറ്റ് നടക്കുന്ന ബിൽഡിംഗിലേക്ക് മാർച്ച് ചെയ്യുകയും അവിടെ മാർഗതടസ്സം സൃഷ്ടിക്കുകയും ചെയ്തു. അതോടൊപ്പം പോലീസ് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി. ഇതാണ് FIRന്റെ കോപ്പിയിൽ എഴുതി വെച്ചിരിക്കുന്നത്, 13ാം തീയതിയിലെ FIR. അന്ന് തന്നെ നിങ്ങൾ മാധ്യമങ്ങൾ മുഴുവനും ആളുകളും സിസ തോമസിനോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ ചോദിച്ചു, എന്തെങ്കിലും പരാതിയുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടായോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ, വിദ്യാർത്ഥികളുടെ സമരം കേൾക്കണ്ടേ? അതിൽ ചില മാധ്യമങ്ങൾ പ്രത്യേക ശ്രദ്ധ വരുത്തി, എന്തെങ്കിലും SFIക്കെതിരെയും കിട്ടുമോ എന്നുള്ളത്. പ്രശ്നമില്ല, അത് നിങ്ങളുടെ മാധ്യമധർമ്മം, നിങ്ങൾ ചോദിച്ചു. പക്ഷെ അപ്പോഴൊന്നും യാതൊരുവിധ പരാതിയുമില്ലാത്ത സിസ തോമസിന് രാജേന്ദ്ര വിശ്വനാഥ് ദാർലേക്കറെ കണ്ടതിന് ശേഷം, ചാൻസലറെ കണ്ടതിന് ശേഷം പൊടുന്നനെ ഒരു ബോധോദയുണ്ടാവുകയാണ്. എൻ്റെ മുടിയാരോ കുത്തിപ്പിടിച്ചു, എന്നെ ചുമരിന് ചാർത്തി നിർത്തി ആക്രമിച്ചു, മുടി കുത്തിപ്പിടിച്ചും ചുമരിന് ചാർത്തി നിർത്തി ഒരു സർവകലാശാല VCയെ SFI ആക്രമിച്ചു എന്ന് ഹീനമായി നുണ പറഞ്ഞു ഒരു VC. ആരെങ്കിലും കണ്ടോ? അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായോ?
അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്തായിരിക്കും കേരളത്തിലെ സ്ഥിതി? SFIയെ വെച്ചേക്കുവോ? ഇപ്പൊ 13-ാം തീയതി ഒരു FIR, യാതൊന്നും സംഭവിച്ചിട്ടില്ല. SFI നടത്തുന്ന സ്വാഭാവികമായ ഒരു സമരത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന FIR. എന്നാൽ 16-ാം തീയതി എന്താ വരുന്നത്? രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിന്റെ നിർദ്ദേശപ്രകാരം VC നുണ പറയുകയാണ്. അതോടൊപ്പം മറ്റൊന്നുകൂടി കൂട്ടിച്ചേർത്തു. ഈ സർവകലാശാലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. കേരളത്തിലെ മറ്റ് സർവകലാശാലകളിൽ നിന്നും വിഭിന്നമായി മ്യൂസിക്കും ആർട്സും തിയേറ്ററും ഒക്കെ പ്രത്യേകം പഠിപ്പിക്കുന്ന ഒരു സർവകലാശാലയാണിത്. ആ സർവകലാശാലയിൽ ഈ സർവകലാശാലയിലെ തിയേറ്റർ വിദ്യാർത്ഥികൾക്ക് സ്പോട്ട് ലൈറ്റ്, നാടകം കളിക്കുന്ന ഏതൊരാൾക്കും അറിയാം, അല്ലെങ്കിൽ നാടകത്തിന്റെ ഭാഗമായിരുന്ന സർഗാത്മക പ്രവർത്തനങ്ങളുടെ ഭാഗമായിരുന്ന ആളുകൾക്ക് അറിയാം. RSSകാർക്ക് അറിയാൻ വഴിയില്ല. സർഗാത്മകത പോയിട്ട് ഹിംസ മാത്രം കൈമുതലായിട്ടുള്ള സംഘപരിവാറിനോ അതിന്റെ കൂട്ടത്തിലെ ആളുകൾക്കും അറിയാൻ വഴിയില്ല, VCക്കും അറിയാൻ വഴിയില്ല. അപ്പോൾ സ്പോട്ട് ലൈറ്റ് അവർക്ക് ആവശ്യമുള്ളതാണ്. ആ സ്പോട്ട് ലൈറ്റ് പ്രവർത്തനക്ഷമമല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ നടത്തിയ പ്രതീകാത്മകമായ ഒരു സമരമുണ്ട്. സ്പോട്ട് ലൈറ്റ് മരിച്ചു എന്ന് പറഞ്ഞ് അത് സിസ തോമസിന്റെ സംസ്കാര ചടങ്ങാണ് എന്നങ്ങ് വ്യാഖ്യാനിക്കുകയാണ്. അതും ഈ കേരളത്തിൽ ഓടിച്ചു. അത് കേരളത്തിൽ ഓടിച്ചു എന്ന് മാത്രമല്ല, രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉടനെ കേരളത്തിലെ മുഴുവൻ VCമാരെ കൊണ്ടും പ്രസ്താവന ഇറക്കുകയാണ്. കേരള സർവകലാശാല VC മോഹൻ കുന്നുമ്മൽ, MG സർവകലാശാല VC ദുരൈപാണ്ടി മാവൂത്ത്, കണ്ണൂർ സർവകലാശാല VC പ്രൊഫസർ സാജു, കാലിക്കറ്റ് സർവകലാശാലയുടെ VC, അങ്ങനെ ഓരോരുത്തരുടെയും കാര്യമെടുത്ത് പരിശോധിച്ചാൽ പൂർണ്ണ സംഖ്യകളാണ്.